ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഞാൻ കുറേ ബെറ്ററാണ്. താങ്ക് യു എല്ലാവർക്കും. ഓക്കെ ഓക്കെ നമുക്കിന്ന് റീഡിങ് എടുക്കാം നേരെ. ഓക്കെ, ലെറ്റ്സ് വെറുതെ സംസാരിച്ച സമയം കളയണ്ട. ഓക്കെ, അപ്പം ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓക്കെ നിങ്ങളിലേക്ക് വരുമോ എന്ന് നോക്കാം. ആൻഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ അഡ്വൈസ് തരുന്നത് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിനു വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, തടസ്സങ്ങൾ എന്തായിരിക്കും, അപ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുമോ എന്ന് നോക്കാം. ആൻഡ് അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്. ഞാൻ ഗൈഡൻസ് ഒറക്കിളിൽ മാത്രമാണ് എടുത്തത്. നോക്കട്ടെ, ടാരോ വേണം എന്നെനിക്ക് തോന്നിയാൽ ഞാൻ ടാരോ കൂടി എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സേക്രൽ ചക്ര ആദ്യത്തെ കാര്യം, ട്രയംഫ്. ഓക്കെ, സക്സസ് എന്ന രീതിയിൽ 8 നമ്പർ 8 പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്, ഇൻറ്റ്യൂഷൻ and moving on, balance, spiritual union chilarukka. Okay, again to the waiting game. Again to wow. Okay, mental conflict, victory and success. Okay, 2 വന്നിട്ടുണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇതും 2, ഇത് 11 ആണ് പക്ഷെ 2 ആയിട്ട് എടുക്കാം. ഇത് 2 ഉണ്ട്, ഇത് 2 ഉണ്ട്, ഇത് 2 ഉണ്ട്. വാവ്. ഓക്കെ, 1 2 3 4 5 6 6 2 വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പേഴ്സ് ഇതിനെ 2-നെ ഒരു കാര്യം നമ്മൾ പറയാറുള്ളത് ബാലൻസിങ് എന്ന് പറയും. ഓക്കെ, ആക്ച്വലി ഇവിടെ വന്നതും ഐ തിങ്ക് ഇതും ശരിക്കും പറഞ്ഞാൽ 2 ആണ്. 11 ആണെങ്കിലും ഇത് 2 എന്നാണ് നമ്മൾ എടുക്കാൻ. ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 സിറ്റുവേഷൻ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളെ നമ്മൾ ജഗിൾ ചെയ്യുന്നതിന് ബാലൻസ് ചെയ്യുക എന്ന് പറയാം. ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സൈഡ് നമ്മുടെ ബാലൻസ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, കാര്യങ്ങളെ നമ്മൾ ഈക്വലായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യം ആ ബാലൻസ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ഞാൻ പറയാം. ജസ്റ്റ് ഞാൻ ആ 2-നെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, കാരണം ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ആദ്യത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ മൈൻഡ് ക്ലാരിറ്റി വേണം. ഒന്നാമത്തെ കാര്യം. ഓക്കെ, ആദ്യം നിങ്ങളുടെ മനസ്സ് തന്നെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ തലയിൽ എന്നെ പറയാം, ഇവിടെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് കൂട്ടുന്നത്. അതിൽ നിന്ന് എന്താണ് വേണ്ടത്, ഒരു കാര്യം എന്നുള്ള ഫോക്കസ് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, സോ ഫോക്കസ് നിങ്ങളുടെ ആദ്യം കറക്റ്റ് ആക്കുക. ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങുമായിട്ട് ചാരിയിട്ട് നമുക്ക് തുടങ്ങിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഇന്നലെയും നമ്മൾ ഫോക്കസ് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്നും അത് തന്നെയാണ് ഇവിടെ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്. സോ നിങ്ങളുടെ കാര്യത്തിൽ ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നേടുമോ എന്ന്, അല്ലേ? സോ വിക്ടറി, സക്സസ്, ട്രയംഫ്. ഓക്കെ, നോ ഡൗട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിയിരിക്കും, ഉറപ്പാണ്. സക്സസ് ആയാലും ശരി, ജോലിയിൽ സക്സസ്, കരിയർ, നല്ലൊരു ജോബ്, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, അല്ല എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾ ആഗ്രഹിച്ചത് എന്നല്ലെങ്കിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് തരും. ഓക്കെ, അത് മാത്രം മനസ്സിലാക്കുക. നിങ്ങൾക്ക് കിട്ടുന്നത് യൂണിവേഴ്സിന് അറിയാം നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന്. അത് നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, അതിന് പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ചില ഫോക്കസ് ആണ് വേണ്ടത് നമുക്ക്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിസിഷൻ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം. നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ എന്ന രീതിക്ക്. ഓക്കെ, അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയാണ്. പക്ഷെ അങ്ങനെ എവിടെയോ നിങ്ങൾ ചിലപ്പോൾ ഡിവൈൻ ടൈമിങ്ങിന് വിട്ടുകൊടുത്തിട്ടുണ്ടാവാം. എന്നിട്ട് ഓക്കെ ഡിവൈൻ ചെയ്യട്ടെ കാര്യങ്ങൾ എന്ന രീതിക്ക്. മേ ബി അതായിരിക്കാം വെയിറ്റിംഗ് ഗെയിം ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങൾ എവിടെയോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ടല്ലോ, അതത്ര നല്ലതല്ല എന്ന് പറയും. ഓക്കെ, അത് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ഒരു കാര്യമാണ്, ഞാൻ പറയാം. ഓക്കെ, ഈ ബാക്കി കാർഡ്സൊക്കെ ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മെയിൻ കാര്യം ഈ 2 ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ഡിസിഷൻ. ഓക്കെ, ആൻഡ് ഈ ഒരു വെയിറ്റിങ്ങിൻ്റെ കാര്യം. ഈ വെയിറ്റിംഗ് എന്തുകൊണ്ടാണ് നമ്മൾ നന്നല്ല എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനർജി, നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐ തിങ്ക് നമ്മളെല്ലാവരിലും ചില എനർജി വൈബ്രേഷൻസ് പുറത്ത് വരും, അല്ലേ? അത് ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഈ എനർജി വൈബ്രേഷൻസ് ആണ്
നമ്മൾ യൂണിവേഴ്സിലേക്ക് പോകുന്നത് എന്ന് പറയും. അതായത് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഓരോ സംസാരം, ഓരോ പ്രവൃത്തി എല്ലാം എനർജി ആയിട്ടാണ് യൂണിവേഴ്സിലേക്ക് വരുന്നത്. അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ അതിലിപ്പോൾ നിങ്ങൾ ഈ വെയിറ്റിംഗ് എനർജിയിലിരിക്കുമ്പോൾ എന്താ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത എന്തോ ഒരു കാര്യത്തിനെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു ലാക്ക് എന്ന് പറയും, ഇല്ലായ്മ എന്ന് പറയാം. ഇല്ലായ്മയാണ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഓക്കെ ഞാനത് എൻ്റെ കയ്യിലില്ല എന്തോ ഒരു സാധനം, അതെന്തോ ആയിക്കോട്ടെ. ഓക്കെ, റിലേഷൻഷിപ്സ് ആവാം, ജോലി ആവാം, കരിയർ ആവാം, നിങ്ങൾ എന്ത് തന്നെ ആയാലും, പണമില്ല, എന്തായാലും നിങ്ങൾ എന്തോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ കിട്ടും, എപ്പോൾ കിട്ടും, എപ്പോൾ കിട്ടും, എപ്പോൾ വരും, എപ്പോൾ വരും, എപ്പോൾ വരും, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എവിടെയോ നിങ്ങൾ പറയുന്നത് എന്താണ്, നിങ്ങളുടെ എനർജി വൈബ്രേഷൻ എന്താ പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനത്തിനെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, അല്ലേ? സോ ആ ഒരു വെയിറ്റിംഗ് എനർജി എപ്പോഴും നമുക്ക് ഡെസ്പറേഷൻ എന്ന രീതിക്ക് പറയും നമ്മളിത്. ആ ഡെസ്പറേറ്റ് എനർജി നമ്മൾ യൂണിവേഴ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാം നമ്മളിൽ നിന്ന് എന്ത് പോകുന്നോ, എന്ത് എനർജി പുറത്തു പോകുന്നോ അതന്നെയാണ് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡ് എന്തുകൊണ്ടാണ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കൂ ഇത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, എനിക്കുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഇനിയും നല്ലത് വരും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഓൾറെഡി എന്ന് നമ്മൾ പറയുമ്പോൾ ആ പോസിറ്റീവ് വൈബ്രേഷൻ നമ്മൾ പുറത്തു പോകുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ്. ഓക്കെ, നമ്മൾ അട്രാക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ ഡെസ്പറേറ്റ് എനർജി, വെയിറ്റിംഗ് എനർജിയിലിരിക്കുമ്പോൾ നിങ്ങൾ അത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതായത് കൂടുതൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, കൂടുതൽ സമയം എടുക്കും, കൂടുതൽ നിങ്ങളിലേക്ക് ആ ഒരു ഡെസ്പറേഷൻ, അതായത് ആ ഇല്ലാത്ത ലാക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണ് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ ഒരു പോയിന്റ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ ജോലി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എനിക്ക് ജോലിയില്ല, എനിക്കിനിയും ജോലി കിട്ടിയില്ല, എപ്പോഴാണാവോ കിട്ടുക, ഇൻ്റർവ്യൂ കോൾ വരുമോ, ആപ്ലിക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ട് അതിൻ്റെ വല്ലതും വരുമോ, ഇങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാ 2 മിനിറ്റും ഫോൺ നോക്കുക, മെസ്സേജ് വന്നോ, അതായോ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഓക്കെ, ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, അല്ലേ? പക്ഷെ ആ കാത്തിരിക്കൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചും കിട്ടുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതിന് നമ്മൾ മൈൻഡ് എങ്ങനെയാണ് മാറ്റിയെടുക്കാം? ഞാനിത് പറയുന്നത് വളരെ ഷോർട്ടായിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിനെ കുറേ ഡെപ്തിൽ നിങ്ങൾക്ക് പറ്റുന്നതും നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ വായിച്ചൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ ഓക്കെ അപ്ലിക്കേഷൻ ഇട്ടു എന്ന് വിചാരിക്കാം, ജോലിക്ക് അപ്ലിക്കേഷൻ ഇട്ടു, അത് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ മൈൻഡിൽ ഓക്കെ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കും, ഓക്കെ വിളിക്കുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറയേണ്ടത്, ഓക്കെ ഇങ്ങനെ ഞാൻ ആൻസർ കൊടുക്കണം, ഓക്കെ അതിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ എന്നെ വിളിക്കും എന്തായാലും ഇൻ്റർവ്യൂ എന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അല്ല ഓൾറെഡി ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്നെ വിളിക്കുമോ, മറ്റുള്ളവർ വേറെ ആൾക്കാർ അപ്ലൈ ചെയ്യില്ലേ, അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഓക്കെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കുള്ളതാണെങ്കിൽ ഇത് എനിക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ഞാൻ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് എൻജോയ് ചെയ്യാൻ പോട്ടെ, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ, അത് വരുമ്പോൾ വരട്ടെ, ഫോണിനെ മാറ്റി വയ്ക്കുക, നോക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ആ തരത്തിൽ നിങ്ങളുടെ ഫുൾ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റാം. ഓക്കെ, നിങ്ങൾ അതുപോലെ രാത്രി നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ, ഞാൻ ഐ തിങ്ക് ഇന്ന് ഫുൾ ഇതിനെക്കുറിച്ച് ആവാൻ പോകുന്നത് തോന്നുന്നു. ബട്ട് എനിവേ നിങ്ങളിലേക്ക് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് വരണമെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ പറ്റിയത് രാത്രി നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾക്ക് വിഷ്വലൈസിങ് മെത്തേഡ് ചെയ്യാം. അതെങ്ങനെയാണ് വിഷ്വലൈസിങ് ചെയ്യാം? നമ്മൾ ഓൾറെഡി ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ എന്നെ വിളിച്ചു, എനിക്ക് ഞാൻ നല്ല രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി, എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റി, ഇതിൻ്റെ കാര്യമാണ്. ഓക്കെ, കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റി, ഞാനെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ ബെസ്റ്റായിട്ട്. നിങ്ങൾ ഓക്കെ എന്തെങ്കിലും തെറ്റ് പറഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കൂടുതൽ ചിന്തിക്കരുത്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഓക്കെ തെറ്റ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അവർ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മൈൻഡിനെ തന്നെ നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ആ ഒരു വിഷ്വലൈസിങ് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഓക്കെ എനിക്ക് ഇൻ്റർവ്യൂ എൻ്റെ കയ്യിൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞു, ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞു, ഞാൻ എന്താ ജോയിൻ ചെയ്യാൻ പോകുന്നു, നിങ്ങൾ വിസ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വിസ വന്നു കഴിഞ്ഞു, ഞാൻ എന്താ പാക്ക് ചെയ്യണം, ഇനിയിപ്പോൾ ഞാൻ പോകണം. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഒരു പേഴ്സൺ വരുന്നുണ്ട്, ആൾ എന്നെ പ്രപ്പോസ് ചെയ്യും, എന്നോട് സംസാരിക്കാൻ ആൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, ആ രീതിക്ക് എല്ലാം നിങ്ങൾക്ക് വിഷ്വലൈസിങ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് എല്ലാം ഇപ്പം ചെയ്തുകൊണ്ട് ഇന്ന് ചെയ്തു നാളെ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഓക്കെ, അങ്ങനെ അതും ആ തെറ്റും നിങ്ങൾ ചെയ്യരുത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൈൻഡ് മാക്സിമം പോസിറ്റീവാക്കി. നെഗറ്റീവ് വരില്ല എന്നല്ല പറയുന്നത് കേട്ടോ, നെഗറ്റീവ് വരും, തീർച്ചയായിട്ടും വരും, കോൺഫ്ലിക്ട്സ് വരും. നമ്മൾ കാരണം ചിലപ്പോൾ ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചിലപ്പോൾ അപ്ലൈ ചെയ്തുള്ള ആ ഇതിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും എടുത്തു എന്ന് വരെ കേൾക്കും. ഓക്കെ, വേറെ ആരെങ്കിലും ഓൾറെഡി എടുത്തു, നിങ്ങളെ എടുക്കുന്നില്ല എന്ന് വരെ ചിലപ്പോൾ കേൾക്കും നമ്മൾ. കാരണം അതാണ് യൂണിവേഴ്സ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലെന്താ വിചാരിക്കണം, ഓക്കെ സാറില്ല കുഴപ്പമില്ല, ഓക്കെ ഇതല്ലെങ്കിൽ വേറെ, നോ പ്രോബ്ലം, ഫൈൻ,
ഓക്കെ, ആ രീതിക്ക് നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കുക. ഇത് ഇനിയും വരും ഓപ്പർച്യൂണിറ്റി, ഇനിയും വരും, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കും ഓപ്പർച്യൂണിറ്റി എന്ന് നിങ്ങൾ പറയാം. ഓൾറെഡി ഇന്ന് ഞാൻ പറഞ്ഞ ലെക്ചർ. ഓക്കെ, എന്തായാലും ഇതൊക്കെയാണ് വിഷ്വലൈസിങ് മെത്തേഡ്സ്, ടെക്നിക്സ്. ഓക്കെ, സോറി, ഞാൻ ഐ തിങ്ക് ഇന്ന് കാർഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതിനെ എങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഇതിനെ കൂടുതൽ കുറേ പറയാനുണ്ട്, പക്ഷെ തീരില്ല. ഓക്കെ, അതിങ്ങനെ ലെക്ചർ ഒരു 10 മിനിറ്റിലൊന്നും തീരുന്ന കാര്യമല്ല. ഓക്കെ, പോട്ടെ. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് കോൺഫിഡൻസ് നിങ്ങളുടെ കൂട്ടാം. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. അവനവൻ്റെ മേലെ ഞാൻ പറഞ്ഞ സെൽഫ് വാല്യൂ നിങ്ങൾ റിയലൈസ് ചെയ്യുക. നിങ്ങൾ തെറ്റൊക്കെ പറയുന്ന ആളായാലും, നിങ്ങൾ എത്ര കുറ്റങ്ങളും കുറവുകളും എത്ര പ്രശ്നമുള്ള എന്തൊക്കെ നിങ്ങളിൽ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ശരി, ആ കോൺഫിഡൻസിൽ നിൽക്കുക. ഇല്ല, എൻ്റെ ബെസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് ഇവിടെ സക്സസ് നിങ്ങൾക്ക് വരും, ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവ് മൂവ്മെൻറ്റ് വരുന്നുണ്ട്, പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് നല്ല കാര്യങ്ങൾ മുന്നോട്ട് വരും എന്ന രീതിയിൽ. യാത്രകൾ, അഗൈൻ ഐ തിങ്ക് ഇത് രണ്ടും നമുക്ക് യാത്ര എന്നൊക്കെ പറയാം. യാത്ര പോകുന്ന കാര്യമായിരിക്കാം, അബ്രോഡ് പോകാനാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം, ജോലി കിട്ടി മാറുന്നതായിരിക്കാം, സ്ഥലം മാറുന്നതായിരിക്കാം, യാത്ര പോകുന്നു എന്നായിരിക്കാം, ജസ്റ്റ് റിലാക്സിങ് യാത്ര ആയിരിക്കാം. ബട്ട് എനിവേ പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് പറയുന്നത്. സോ നിങ്ങൾ എന്തിനെയാണോ കാത്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് കാണും, പോസിറ്റീവായിട്ട് തന്നെ കാണും. ഓക്കെ, ആൻഡ് ഇൻറ്റ്യൂഷൻ നിങ്ങളെ യൂസ് ചെയ്യുക, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ ഡൗട്ട് വരുമ്പോൾ, ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വരുന്നിട്ട് എനിക്ക് അത് കിട്ടുമോ കിട്ടില്ലേ, അങ്ങനെ ഇങ്ങനെ നമ്മൾ ശരിയാണോ ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഡൗട്ട് വരുമ്പോൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, യൂണിവേഴ്സുമായിട്ട് മാക്സിമം മെഡിറ്റേഷൻ, കുറച്ച് നേരം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡീപ്പായിട്ട് കുറേ നേരം പോകുന്നു വേണ്ട, ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ യൂണിവേഴ്സിനോട് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ്ലി സംസാരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോഴേക്കും പിന്നെ ഡൗട്ട്സ് അവിടെ കയറി വരും, അവിടെ അതിന് നിർത്താം. ഓക്കെ, ഫസ്റ്റ് വരുന്ന തോട്ട് എന്താണോ അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ അത് ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് മൂവിങ് ഓൺ പറയുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ ചില സ്ഥലത്ത് ചില കാര്യങ്ങളെ പിന്നിൽ ഉപേക്ഷിച്ച് മൂവ് ഓൺ ചെയ്യണം. ഓക്കെ, അതിപ്പോൾ വ്യക്തികളായാലും ശരി, സ്ഥലങ്ങളായാലും ശരി, ജോലിയുടെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ ചില കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് മാറേണ്ടതുണ്ട്. ഓക്കെ, ഇത് 6 ഓഫ് സോർഡ്സ് എനർജി എടുക്കാം. ആക്ച്വലി രണ്ടും പറയുന്നത് ഇതും നമ്മളൊരു മൂവ് ഓൺ എന്ന രീതിയിലും പറയും, അല്ലെങ്കിൽ പക്ഷെ അത് എപ്പോഴും ഈ മൂവ് ഓൺ ചെയ്യുന്നത് നമ്മൾ പിന്നിൽ എന്തെങ്കിലും ഉപേക്ഷിച്ചതിനെ കുറിച്ച് വിഷമിച്ചിട്ടല്ല വേണ്ടത്, നമ്മൾ എന്തോ നല്ലതിലേക്ക് പോവുകയാണ് എന്ന രീതിയിൽ നിങ്ങൾ എടുക്കാം. ഓക്കെ, ആൻഡ് ചില കാര്യം നിങ്ങൾക്ക് മേ ബി ഒരു യാത്രയും വരുന്നുണ്ടാവാം, ഒരു മാറ്റം വരുന്നുണ്ടാവാം, ആൻഡ് ചിലത് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകണം എന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ അതായത് ഇപ്പോൾ ജോലിയുടെ ആണെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് നമ്മൾ മാറണം എന്ന് പറയുമ്പോൾ ഒന്ന് പിന്നിൽ ഉപേക്ഷിച്ചിട്ടായിരിക്കുമല്ലോ പോണത്, അല്ലേ? സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ വ്യക്തികളിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ മാറേണ്ട ആവശ്യമുണ്ടാവും. ചില നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചില ഫ്രണ്ട്സ് ഉണ്ടാവാം നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ നല്ലത് ആഗ്രഹിക്കാത്ത വ്യക്തികളുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ, അവരിൽ നിന്ന് നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യണം. അങ്ങനെ പലതും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനെപ്പോഴും നമ്മൾ മടിക്കും, അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഡ്രോബാക്ക്, ഏറ്റവും വലിയ നമ്മുടെ ഒബ്സ്റ്റക്കിൾ ഇതാണ് ശരിക്കും. ഓക്കെ, ആൻഡ് ബാലൻസ് കൊണ്ടുവരിക. യെസ്, ഞാൻ പറഞ്ഞത് ഓൾറെഡി. നിങ്ങൾ ഒരുപാട് എന്ത് സങ്കടം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെടരുത്. ഓക്കെ, ഒരുപാട് സന്തോഷം വന്നാൽ ഒരുപാട് സന്തോഷിക്കാം. ഏതും ഓവർ ആവണ്ട. എല്ലാം നമ്മൾ ആക്ച്വലി ഞാൻ ഇന്നലെ കൂടെയാണ് ഞങ്ങൾ ഭഗവത്ഗീതയുടെ അതിൽ ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു, ദാറ്റ് എല്ലാം നശ്വരമായ കാര്യങ്ങളാണ്. ഓക്കെ, എല്ലാം നശിക്കുന്നതാണ്, ഏതും നശിക്കും എന്നാണ് പറയാം, അല്ലേ? സോ നമ്മൾ ഒന്നും സ്ഥായിയായ കാര്യങ്ങളല്ല. സന്തോഷവും നിലനിൽക്കില്ല, സങ്കടവും നിലനിൽക്കില്ല. സോ സങ്കടം വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത്. അയ്യോ എനിക്ക് സങ്കടമായി എന്ന് പറഞ്ഞ് എനിക്ക് എല്ലാം പ്രശ്നങ്ങളാണല്ലോ, എനിക്ക് ബുദ്ധിമുട്ടുകളാണല്ലോ എന്ന് പറഞ്ഞ് ഡൗൺ ആവരുത്. ഓക്കെ, ഇതും മാറി വരും, ഈ ഫേസും നമുക്ക് മാറി വരും, അത് മറികടക്കാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ ചിലവർക്ക് സ്പിരിച്വൽ യൂണിയൻ കാണുന്നുണ്ട്, ചിലവർക്ക് ലൈക്ക് നിങ്ങൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് ചോദിക്കുന്നവർക്ക് ഒരു സ്പിരിച്വൽ, അതായത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് സ്പിരിച്വൽ യൂണിയൻ ആണ്. ഓക്കെ, സോ മേ ബി നിങ്ങൾ അവരുമായിട്ട് ഒരു വളരെ ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യുമെന്നാണ്, അല്ലാതെ ഇത് ആക്ച്വൽ മാരേജ് യൂണിയൻ ആവണം എന്നില്ല. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലായിട്ട് ഒരു പേഴ്സണുമായിട്ട് വളരെയധികം കണക്ഷൻ ഫീൽ ചെയ്യും എന്ന രീതിക്കും പറയാം. 2 ഓഫ് കപ്സ് എനർജിയാണ്. സോ 2 ഓഫ് കപ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ശരിക്കും റിലേഷൻഷിപ്പ് ആയിരിക്കാം, മാരേജ് ആയിരിക്കാം. ഓക്കെ, എന്തും ആവാം. ബട്ട് അങ്ങനെ നിങ്ങളുടെ ഒരു ലൈഫിലൊരു പേഴ്സൺ വരുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, ആ പേഴ്സൺ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ പേഴ്സൺ എപ്പോൾ വരും ചോദിക്കരുത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ആ പേഴ്സൺ എൻ്റെ ലൈഫിലുണ്ട് എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. എൻ്റെ ലൈഫിൽ ഓൾറെഡി എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ജോലി ഇല്ലെങ്കിൽ ഓക്കെ, ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഓൺലൈൻ എന്തെങ്കിലും ചെയ്യാം, രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ എന്തെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു വലിയ നമ്മൾ കോടികൾ ഏൺ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യം,
ഓക്കെ, നമുക്ക് ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഏണിങ് വരിക, എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഒരു 10 പൈസ നമ്മുടെ കയ്യിൽ കിട്ടും, 10 പൈസ ഒന്നും ഇപ്പം ഇല്ല, 10 രൂപ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുക. എനിക്ക് ഇത്രയെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ, ഇതുപോലും സാധിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് എന്തും നിങ്ങളുടെ കയ്യിലുള്ളത് ഓൾറെഡി എന്താണോ അതിന് നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുക. ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ യെസ്, നിങ്ങൾക്ക് മേ ബി ഹെൽപ്പിന് ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ സോൾമേറ്റ് വരുന്നുണ്ട് എന്നുമാണ്. നിങ്ങൾക്ക് ജോലി കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും സക്സസ് വരുന്നുണ്ട്. ഓക്കെ, ബട്ട് എല്ലാം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വെയിറ്റിംഗ് എനർജിയിൽ നിന്ന് മാറുക. പിന്നൊന്ന്, നിങ്ങൾ ഉറച്ച തീരുമാനം എടുക്കുക. ഓക്കെ, ഡിസിഷൻസ് എടുക്കുക ആൻഡ് അതിന് ആക്റ്റും ചെയ്യണം. ഓക്കെ, വെറുതെ തീരുമാനം എടുത്ത് നമ്മൾ ഓക്കെ ഞാൻ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഇരുന്നാൽ കാര്യമില്ലല്ലോ. മുന്നോട്ട് അതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യും വേണം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് വരുന്നത് സക്സസ് ആണ്. ആൻഡ് യൂണിവേഴ്സ് ഉണ്ട് ഇവിടെ. ഞാനത് മറക്കണ്ടില്ല. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു വേൾഡ് കാർഡിൻ്റെ ഒരു മീനിങ് പോലെ പറയാം, എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് എടുക്കാം. സോ യെസ്, സക്സസ് നിങ്ങൾക്ക് വരും. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരും. ബട്ട് അതിനുവേണ്ടി ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ചെയ്തു തുടങ്ങാം. ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ വ്യക്തമായില്ലെങ്കിൽ ഐ എം വെരി സോറി. പറഞ്ഞ് കാട് കയറിപ്പോയി. ഓക്കെ, കുറച്ച് മെസ്സേജസ് ഇന്ന് ഞാൻ ആക്ച്വലി മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റേഷൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളത്. അതിപ്പോൾ ഇന്ന് ഈ രൂപത്തിലായിപ്പോയി എന്ന് മാത്രം. ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടി കാണുന്ന. വില്ലിങ്, റിലീസ്, എന്താ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, മൂവിങ് ഓൺ നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ. ദ റോസസ് കേസ്, സോൾമേറ്റിൻ്റെ കാർഡ് പറയാം നമുക്ക്. ആൻഡ് അവേക്കനിങ് ജീനിയസ്. ഓക്കെ, ഇത് ഇൻറ്റ്യൂഷൻ്റെ കാര്യമാണ്. സ്മോക്ക് ആൻഡ് മിറേഴ്സ്, ബെയറിംഗ് ഫ്രൂട്ട്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളോട്, എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഉള്ളിൽ. ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഇല്ല ആ ജോലിയില്ല, എനിക്ക് ജോലിയില്ല, എനിക്ക് ശമ്പളമില്ല, എനിക്ക് അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്നോട് ആരും നേരെ ട്രീറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് ഫാമിലി എന്തൊക്കെയോ എല്ലാത്തിനും ഇല്ല. നമുക്ക് അതേ ചിന്ത വരുള്ളൂ. ഉള്ളത് കാണാൻ നോക്കൂ. ഉണ്ട് നിങ്ങളുടെ കയ്യിൽ പലതും. കുറച്ച് നേരം ഒന്ന് സമയമെടുത്ത് നിങ്ങളിരുന്ന് ചിന്തിച്ച് നോക്കൂ. ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിനെ ഒന്ന് പിന്നോട്ടൊന്ന് ഓട്ടിച്ച് ഒന്ന് നോക്കുക. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ഒന്ന് എഴുതാൻ ശ്രമിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്സ് എഴുതാം. യൂണിവേഴ്സിനോട് ഒന്ന് താങ്ക്സ് പറയൂ. ഓക്കെ, വില്ലിംഗ്, റിലീസ്, ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയേണ്ടതുണ്ട്, മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ആൻഡ് റോസസ് കേസ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വളരെ ലൈക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വരും എന്ന് പറയാം. ഹാപ്പിനെസ് വരും. ആൻഡ് ഇതൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കൂടുതൽ നമുക്ക് പറയാം. മറ്റേ നിങ്ങൾക്ക് ബന്ധം ആരെങ്കിലും റിലേഷൻഷിപ്സ് കുറേ ബെറ്റർ ആവുന്ന തരത്തിൽ കാണുന്നുണ്ട്. ആൻഡ് അവേക്കനിങ് ജീനിയസ്, ഇതൊരു ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ കൂടുതൽ വർദ്ധിപ്പിക്കാം. മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, ട്രൈ ചെയ്യൂ. പറ്റും, നിങ്ങളെ കൊണ്ട് സാധിക്കും, എനിക്കറിയാം. മനസ്സ് കൺട്രോളിൽ വരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. അതാണ്, മനസ്സിനെ നമ്മൾ കൺട്രോളിൽ വരുത്തുക. ആൻഡ് കുറച്ചൊക്കെ സ്പിരിച്വൽ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും പ്രേയേഴ്സ് കൂടുതൽ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കൂ കേട്ടോ. ഞാൻ സ്മോക്ക് ആൻഡ് മിറേഴ്സ് പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊന്ന് ക്ലിയർ ആവാനുണ്ട്. ഇത് നിങ്ങളുടെ മൈൻഡിൻ്റെ ആവാം. നമ്മൾ ആദ്യം പറഞ്ഞ കാർഡ് ഉണ്ടായിരുന്നു അല്ലേ, ലൈക്ക് മൈൻഡ് കോൺഫ്ലിക്റ്റ്. മേ ബി അതിൻ്റെ കാര്യമായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് വ്യക്തത കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ അതിനെക്കുറിച്ച് ചില ക്ലാരിറ്റി നിങ്ങളൊന്ന് കൊണ്ടുവരാനുണ്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് മറിഞ്ഞിട്ടുണ്ടാവാം, അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ബെയറിംഗ് ഫ്രൂട്ടാണ്. സോ യെസ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കും. നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട്സ്, നിങ്ങളെ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് റിസൾട്ട് വരും. ഒരല്പം വൈകിയാലും ശരി. ഓക്കെ, ഒരല്പം വൈകിയാലും ശരി, യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ നല്ലത് അത് നിങ്ങൾക്ക് തരാതിരിക്കില്ല. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യണ്ട. അവരുടെ ലൈഫ് എങ്ങനെയാണ്, ഇവരുടെ ലൈഫ് അങ്ങനെയാണോ അതൊന്നും നോക്കണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു സമാധാനം, സന്തോഷം ഉണ്ടോ, മതി, അത്ര മതി. ഓക്കെ, അങ്ങനെ പഠിക്കാം. ആൻഡ് ഇവിടെ നമ്പേഴ്സ് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ കുറേ 2s കണ്ടു ഓൾറെഡി. ഓക്കെ, ഇവിടെ 49 ആണ്, 10, 13 അല്ലേ, 13. സോ 4 ആവാം, 13 ആവാം, 49 ആവാം. 9 ഉണ്ട്, 29 ആണ്, 11, 2 ആവാം. അഗൈൻ 2 വന്നു കണ്ടോ, 42. സോ 6, 12, അപ്പോൾ 3, 43, അപ്പോൾ 7. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നമ്പേഴ്സും റെസനേറ്റ് ആവുന്നു. 222 ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ടാവാം. 222 കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യാനാണ്. ഓക്കെ, നിങ്ങൾ അതുപോലെ ഞാൻ അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചാടാൻ തുടങ്ങും, എനിക്കറിയാം. വളരെ ഹാപ്പി ആവും എനിക്ക്. 222 ആക്ച്വലി നമ്മൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ 222 എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സോൾമേറ്റ്
നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് ഓൾറെഡി, അല്ലെങ്കിൽ വരും എന്ന രീതി പറയാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും എന്ന രീതിക്ക് പറയാം, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, സോ യൂണിയൻ എന്ന രീതിക്കൊക്കെ നിങ്ങൾ യൂണിയൻ സയൻസ് ആണെന്ന് പറയും. യൂണിയൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് മാരേജ് ആയിട്ട് കണക്ട് ചെയ്യരുത്, അങ്ങനെയല്ല. ബട്ട് യെസ്, ഒരു പേഴ്സൺ, വളരെയധികം നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, സോ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലൊരു ദിവസം ആവട്ടെ, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.